തെറിവാക്കുകൾ, സെക്സൊക്കെ ആവശ്യമില്ലാണ്ട് നമ്മുടെ ഗിരീഷിൻ്റെ പാട്ട്. ഗിരീഷിനോട് ഞാൻ പറയാറുണ്ട്, നിന്റെ മാറിലമായ ചന്ദനപ്പൊട്ട്, അത് എന്തൊരു വൃത്തിയിടല്ലേ, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് എഴുതിയതാന്നൊക്കെ ഇനിയും വിവാദമാക്കാൻ ഞാനില്ല. കാരണം അത് ചീത്ത കുറെ കേട്ട് ആദരാഞ്ജലികളിൽ നിന്ന് 10 പ്രാവശ്യം പാടി ഡാൻസൊക്കെ ചെയ്താലും ഇത് എവിടെ വെക്കാൻ പറ്റും, എവിടെ പാടിക്കാൻ പറ്റും അല്ലേ? ഒരു കല്യാണ വീട്ടിൽ പാടാൻ പറ്റുമോ? മരണവീട്ടിൽ പാട്ടില്ലല്ലോ. മരണവീട്ടിൽ പാട്ടില്ലല്ലോ. വെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താരാടി വരുന്നേ ഓണത്താരാടി വരുന്നേ. ഈ പാട്ടുകൾ ഞാൻ പണ്ടും നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വരിയില് സിനിമ കഥ പറയുന്ന ഒരു ട്രിക്ക്, അത് സാറിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ പുസ്തകത്താളിൽ അവരനുഭവിക്കുന്ന ആത്മസംഘർഷം മുഴുവൻ ഒരു പീലി ഉള്ളിൽ നിന്ന് പെടയണ പോലെ അല്ലേ? അത് അതിന്റെ എല്ലാത്തിലും ഉണ്ട്. മറ്റേ എന്തിനു വേറെ സൂര്യത്തിലുണ്ട്. അതാണ് അതിന് പല്ലവി കഴിഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അത് ശരിക്ക് അതൊരു അപകടം കാണിക്കാൻ വേണ്ടിയാണ്, ഈ ഇവളുടെ കാലിന്റെ ഒരു ആക്സിഡന്റ് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതൊന്നും കാണിച്ചില്ല. പിന്നത്തെ ആ ഫ്രൂട്ട് വന്നപ്പോഴേക്കും കമൽ പറഞ്ഞു അതൊന്നും അങ്ങനെ കളയണ്ടാവും. ഓ എന്തൊരു മ്യൂസിക്. അതെ, ആ ട്യൂൺ. ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. ഓ നിന്റെ സാന്ത്വന വേണുവിൻ രാഗലോലമായി ജീവിതം. നമ്മൾ പാട്ടുകാരെന്നുള്ള രീതിയിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇത് ശ്രദ്ധിച്ച് പാടണം, അങ്ങനെ ശ്രദ്ധിച്ച് പാടണം, ടോപ്പ് നോട്ട് പോകുമ്പം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് ടിപ്സുകൾ തരും. പക്ഷെ ഒരു ലിറിസിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്സ് നമ്മുടെ ഗായകർക്ക് കൊടുക്കാൻ. ഞാൻ ദാസയുടെ പഠനം കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പലതും. ഇപ്പോൾ എൻ്റെ ഉദാഹരണം ഞാൻ പറയാം, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള ഇതുപോലെ ഞാൻ പറയാം. പിന്നെ ആദ്യത്തെ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ അഴകിൻ നീറൻ നീലാഞ്ചലം ചുറ്റി ഹരിചന്ദന, അത് ഓർമ്മയുണ്ടാവും ലൈൻ, ഹരിചന്ദന ശുഭഗന്ധമുണർത്തി, അത് ദേവദുന്ദുബി അനുപല്ല ചരണ. ശുഭഗന്ധം എന്ന് പറയുമ്പോൾ ദാസരൻ പാടുമ്പോൾ ആദ്യം വന്നത് ശുഭഗന്ധം എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഓക്കെ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുക, എനിക്കിത് ഓക്കെ അല്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ പാച്ചലിനോട് പറയാണ്ട് ദാസരനോട് പറഞ്ഞു എന്നുള്ളൊരു വിരോധമുണ്ട്. പക്ഷെ എനിക്കത് ആലോചിക്കാൻ പറ്റില്ല. ഗന്ധം ശുഭഗന്ധം തന്നെ വേണം. അപ്പോൾ ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞ് ഉണ്ണിമേനോടൊക്കെ ട്രാക്ക് പാടാമെന്ന് തോന്നുന്ന അയാളൊക്കെ ഉണ്ട് പുറത്ത്. ഇവർ എല്ലാം അടച്ചു പൂട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ജെറി മാഷോട് പറഞ്ഞു, മാഷേ ഇങ്ങനൊരു സംഭവമുണ്ട്, നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റുള്ളൂ, പിന്നെ ജന്മത്തിൽ പറയാൻ പറ്റില്ല, ലോകം ഉള്ള കാര്യങ്ങൾ അത് കേട്ടോണ്ട് കേൾക്കാൻ. ഞാൻ നേരെ പോയി ദാസനടുത്ത്. എന്നെ നേരത്തെ പരിചയമുണ്ട്. എന്താ പറഞ്ഞേ ചോദിച്ചു, എന്നെ കണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു ആ ലൈന് ഒന്ന് ദാസൻ കേൾക്കണം എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടുള്ളൂ, ഒന്നും തിരുത്തെന്ന് പറഞ്ഞിട്ടില്ല. അതൊന്ന് കേൾക്കണം. കേട്ടപ്പോൾ ദാസന് മനസ്സിലായി. എല്ലാവരും വരാൻ പറഞ്ഞു. എല്ലാം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പുള്ളി കറക്റ്റ് ചെയ്തു. ശുഭഗന്ധം ഇപ്പൊ കേൾക്കുന്നതാ. അപ്പോൾ അക്ഷരസ്ഫുടത, അത് ആ ഒരു അക്ഷരം. അപ്പോൾ ദാസൻ എന്നോട് പറഞ്ഞു, അത് ഞാനിപ്പോഴും വില മതിക്കുന്നുണ്ട്. അത് എല്ലാവരും കേൾക്കുമ്പോഴും. അതായത് 2 ഖരാക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ ശുഭ ഗന്ധ, രണ്ടാമത്തേത് ഇതായിപ്പോ സാന്ദ്രമായിപ്പോ ശുഭഗന്ധ എന്നായി പോകുന്നത്. അത്ര തന്നെ പഠിപ്പിച്ചു. അങ്ങനെ പറ്റിയിട്ടുണ്ട് തോന്നുന്നു. അതെ, അത് അങ്ങനെ ഭാസ്കർ മാഷൊരു പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ തിരുത്താൻ പറ്റില്ലല്ലോ. മോൻ പറഞ്ഞത് നന്നായി എന്നും പറഞ്ഞത്. ഇത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വരെ അത് സൂക്ഷിക്കാറുണ്ട്. ഖരാക്ഷരങ്ങൾ നമ്മൾ അടുത്തെടുത്ത് വരാൻ പാടില്ല.
ഇത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ശുഭഗന്ധം എന്ന് പറയാൻ പറ്റില്ല. ശുഭഗന്ധം എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അക്ഷരങ്ങളിൽ. പിന്നെ ഇവരിപ്പം പലരും ഈ മുറിച്ച് എടുക്കുമ്പോൾ പദം മുറിക്കുന്ന എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയാൻ ഓർമ്മയില്ല. പല അക്ഷരങ്ങളും മുറിച്ചെടുക്കുമ്പോൾ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്, അർത്ഥം മാറി അല്ലേ ഇടയ്ക്ക് വെച്ച് മുറിക്കുമ്പോൾ. അങ്ങനെയുള്ള പലതാണ്. സാറ് റെക്കോർഡിങ് സമയത്തുണ്ടെങ്കിൽ ഇതെല്ലാം പറഞ്ഞു എന്നോട് അത് എപ്പോഴും പപ്പാട്ടനൊക്കെ പറയും. പത്മരായ എപ്പോഴും എഴുത്തുകാരൻ പാട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവണം. അത് വയലാട് നിർബന്ധമായിട്ടുണ്ടാവുന്നു പാടുമ്പോൾ. ക്ലിയർ ആയിട്ട് കേൾക്കുന്നത് അത് ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ചിത്ര ചേച്ചിയും ദാസേട്ടനും ഒക്കെ പാടുമ്പോ അവസാനത്തെ അക്ഷരം വരെ ഇങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഇല്ല് വരെ ചേട്ടനും ഒക്കെ, ചേട്ടൻ അതിന്റെ മാസ്റ്ററാണ്. കേൾക്കുമ്പോ അത് അവസാനം വരെയും കേൾക്കും അല്ലെ, കേൾക്കുമ്പോഴാണ് അർത്ഥം പൂർണ്ണമാവുന്നത്. ഏതങ്ങ് വിടും ചിലപ്പോ. ദാസേട്ടൻ പറയട്ടെ കളിയാക്കുന്നത് പോയ തേങ്ങോ അങ്ങനൊരു വാക്ക് പറഞ്ഞാൽ പോയ തേങ്ങോ എന്നായി പോകുന്നു. അതെ, ഞാൻ എഴുതാറിയില്ല, എപ്പോഴും നോക്കുന്നത് അങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിൽ കിടക്കുമല്ലേ. പിന്നെ എല്ലാം ശ്രദ്ധിക്കാൻ എന്നോട് പറയാനുണ്ട്. മോനത് എപ്പോഴും പറയും. അല്ല പോയതെങ്ങോന്നുള്ള അർത്ഥം തന്നെ മാറി. അതുപോലെ സമുദ്രം എന്നുള്ളത് സമുദ്രം എന്നായി പോകുന്നത്. എത്ര സമുദ്ര പുള്ളിക്ക് ഇഷ്ടമല്ലത്. സമുദ്രം പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. പുള്ളി പറഞ്ഞ എനിക്ക് പാടേണ്ടി വന്നിട്ടുണ്ട്. ഹൃദന്തം ചാർത്തി എന്നുള്ള പാട്ടില്ലേ സമുദ്രം എന്ന് പാടിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഞാൻ കേട്ടതാ, അല്ലാതെ എനിക്ക് പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. തീർച്ചയായിട്ടും എഴുതുമ്പോൾ ഞാൻ അതെല്ലാം ഓർക്കും. പിന്നെ അങ്ങനെ വരാൻ പാടില്ല, അത് ഇവർ പറയുന്നതാണ്. എനിക്ക് ഗായകരോട് ഉപദേശിക്കാനുള്ളതല്ല, എന്നോട് ഉപദേശിക്കാനും എഴുത്തുകാരോട് ഉപദേശിക്കാനുള്ളതാണ്. എഴുത്തുകാർക്ക് പറയാനുള്ളത്, പുതിയ എഴുത്തുകാരോട് പറയാനുള്ളത് അവർക്ക് തോന്നിയതൊക്കെ എഴുതാം, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇത് ആൾക്കാർ കേട്ടിട്ട് ഏറ്റുപാടുമ്പോൾ ഉള്ള അപകടം ശ്രദ്ധിക്കണം. ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം ഇപ്പം അത് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് എൻ്റെ മോനെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആ പടത്തിന് ഏറ്റവും യോജിച്ചതാണെന്ന് തോന്നുന്നു. അവിടെ എടാ ആ പാട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വിനായകൻ്റെ പാട്ടാണ് ആദരാഞ്ജലികൾ. ആദരാഞ്ജലികൾ എന്ന് 10 പ്രാവശ്യം പാടി ഡാൻസൊക്കെ ചെയ്താലും ഇത് എവിടെ വെക്കാൻ പറ്റും? എവിടെ പാടിക്കാൻ പറ്റും? അല്ലേ? ഒരു കല്യാണ വീട്ടിൽ പാടാൻ പറ്റുമോ? മരണവീട്ടിൽ പാട്ടില്ലല്ലോ. പിന്നെ ഇത് എവിടെ പാടിക്കുക? പടത്തിൽ സിനിമയിൽ മാത്രം പോരല്ലോ. ഞാൻ അവനെ കുറ്റം പറയുന്നതല്ല. പക്ഷെ അങ്ങനെ എഴുതേണ്ടി വന്നാൽ ഇപ്പോൾ കണ്ണീർ പൂവ് ഞാൻ എഴുതുമ്പോൾ എന്തെല്ലാം പാത്തോസ് എന്തെല്ലാം സംഭവം എഴുതാം അവിടെ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, അത്ര സോഫ്റ്റായിട്ടാണ് ആ പ്രണയവും പ്രണയത്തിൻ്റെ അതുപോലെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. എന്നിട്ട് പോലും ഈ നീ എന്ത് മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പുത്തുമ്പി എന്തേ മറന്നു എന്നാണ്. ആ വേദന കൊണ്ടാണ്. ഈ വേദനയെ പറ്റി പറയുന്നതിന് എന്തൊക്കെ പറയാം. അവൻ അടിച്ചു തകർത്തു, അവൻ്റെ ഹൃദയം തകർന്നു, പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്ര സോഫ്റ്റായിട്ട് വരാൻ പാടുള്ളൂ. ഞാൻ മോനെ കുറ്റം പറയുന്നതല്ല, ഇത് പുതിയ എഴുത്തുകാരെന്ന് കുറ്റം പറയല്ല. കാരണം അവർക്ക് ഓരോ സന്ദർഭം അവർ എഴുതുന്നു അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് വീണ്ടും എവിടെ പാടിക്കാൻ പറ്റും. ഇപ്പൊ പുതിയ എഴുത്ത് പ്രവണതകളെ പറ്റി സാറ് പറഞ്ഞുകൊണ്ട് പറയാം. പല വാക്കുകൾ ഇപ്പൊ പുതിയതായിട്ട് കോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്നും ഒക്കെ കോയിൻ ചെയ്ത് പുതിയ വാക്കുണ്ടാക്കുന്നു, പുതിയ ഒരു ഹുക്കിന് വേണ്ടിയിട്ട് വാക്കുണ്ടാകും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നിർബന്ധിതമാവുകയാണ് പലരും, ഇഷ്ടമുണ്ടായിട്ടോ ഇഷ്ടമുണ്ടായതോ. ഇന്നും ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ഹുക്ക് വേർഡൊക്കെ ഉണ്ട്. അതിന് വ്യത്യാസമായിട്ട് ഞാൻ ഇതിലിപ്പം ഇതൊന്നും ഇല്ലാണ്ട് മലയാളിത്തത്തോടു കൂടി തന്നെ വന്നതാണല്ലോ മിന്നൽ വള. അതിനകത്ത് ഒരു അക്ഷരം പോലും ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടില്ല. അത് മലയാളം തന്നെയാണ്, മലയാളത്തിൽ തന്നെയാണ്. ഈ തെറി വാക്കുകൾ, സെക്സ് ഒക്കെ ആവശ്യമില്ലാണ്ട് എനിക്ക് ഭയങ്കര. എന്നോട് ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞു, പിന്നെ നമ്മുടെ പ്രശാന്ത് എന്ന് പറഞ്ഞ
ഗവൺമെൻറ് സെക്രട്ടറി ഇല്ല, ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ള പ്രശ്നം. അദ്ദേഹം കണ്ണൂർ അല്ല കോഴിക്കോട് കളക്ടറായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭയങ്കര സംഗീതം ഇഷ്ടപ്പെടുന്നതാണ്. ഇദ്ദേഹം അതെ. ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തെ പാട്ട് എപ്പോഴും ഞാൻ ശ്രദ്ധയായിട്ട് കേൾക്കും. കാരണം അതിനകത്ത് എവിടെ തെറി അനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അത് ഇവരെ കൊണ്ട് തന്നെ പാടിക്കും. പക്ഷെ അങ്ങനെ പാട്ടുകൾ ആ അർത്ഥം ഇപ്പൊ രാക്ഷസി അത് തമാശയായിട്ട് നന്നായിട്ട് എടുക്കുന്നത് അത്രേ ഉള്ളൂ. പിന്നെ നീ എൻകേരളി താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷസി അല്ലാതെ അതെ സ്നേഹത്തോട് ഞാൻ പറയാം ഒരു ഉദാഹരണം. പിന്നെ നമ്മുടെ ഗിരീഷിൻ്റെ പാട്ട്, ഗിരീഷിനോട് ഞാൻ പറയാറുണ്ട്. പിന്നെ നിന്റെ മാറിലമായ ചന്ദനപ്പൊട്ട്, അത് എന്തൊരു വൃത്തിയിടല്ലേ. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരു പെണ്ണിനെ അങ്ങനെ ഉയർത്തിയിട്ട് സംസാരിക്കാൻ പാടില്ല. അത് ഒരിക്കലും എനിക്കിഷ്ടമല്ല. അതാണ് അവർ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീക്ക് നാണം വരുന്ന, അവരെ ഹീനമായിട്ട് തോന്നുന്ന ഒരു വാക്ക് ഞാൻ എഴുതില്ല. ഇപ്പോഴും എഴുതില്ല, അന്നും എഴുതിയിട്ടില്ല, ഇന്നും എഴുതിയിട്ടില്ല. ഇങ്ങനെയൊക്കെ നിലപാടുകൾ എടുക്കുമ്പോൾ ഒരുപാട് സ്ട്രോങ് ആയിരിക്കണം ഓഫ് കോഴ്സ്. അപ്പോൾ ഒരു നമുക്ക് ഒരുപാട് തിരിച്ചിങ്ങനെ ആൾക്കാർ നമ്മളെ നമുക്ക് പറയാൻ പകരം ഉണ്ടാവണം. അവർ പറയും ഇത് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. അത് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവർക്ക് ഇന്നത് പറയുന്ന എന്തിനു പറയുന്നത്, അത് പറയാതെ പറയാൻ വാക്കുകളുണ്ട് നമ്മുടെ കയ്യിൽ. അതെ, ഉണ്ടാവണം. മറുവാക്ക് പറയാൻ പറ്റണം. അതാണ് അലയും കാറ്റിൻ ഹൃദയം അരയാൽ കൊമ്പിൽ അതാണ് തേങ്ങി അരയാൽ കൊമ്പിൽ തേങ്ങുന്ന കാറ്റിന്റെ ഹൃദയം. ആ പാട്ടില് രാമായണം കേൾക്കാതെയായി പൊന്മൈനകൾ മിണ്ടാതെയായി ആ രാമായണം കേൾക്കാതെയായി ആ വരികള് ആ സമയത്തൊരു ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് എഴുതിയതാന്നൊക്കെ. ഇനിയും വിവാദമാക്കാൻ ഞാനില്ല, കാരണം അത് ചീത്ത കുറെ കേട്ട്. അല്ല അങ്ങനെ നമ്മുടെ നിലപാടുകൾ പറയുമ്പോഴേ നമുക്ക് ഫീൽ ഉണ്ടാവും. ആ ഫീൽ മാത്രമേ ഞാൻ പറയുന്നത്, അല്ലാതെ അതിന് രാഷ്ട്രീയോ അല്ലെങ്കിൽ അന്നത്തെ മതാവസ്ഥയോ. അത് നിലപാടിന്റെ രാഷ്ട്രീയമാണ്, അല്ലാണ്ട് രാഷ്ട്രീയം ഇടത് വലത് ആ രാഷ്ട്രീയം ഒരിക്കലും അല്ല. എനിക്ക് രാമായണത്തിലുള്ള രാമായണം കേൾക്കാണ്ട് ആവാൻ പാടില്ല, അത്രേ ഉള്ളൂ. രാമായണത്തിലുള്ള പ്രതിബദ്ധത, അല്ല വേറെ ഒന്നുമില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇഷ്ടമാണ്, അല്ലേ നെഗറ്റീവ് അല്ല. ഞാൻ രാവണനെ പൊക്കാൻ നിന്നിട്ടില്ല, ഒന്നുമില്ല. രാമായണക്കാറ്റ്, രാമായണക്കിളി ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ രാമായണത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് പല ദിക്കിലും. ഈ മിന്നലോടെ പോലും അതാണ്. അതൊന്ന് പറയാ കേട്ടിട്ടുണ്ട് സാറ് പറയുന്നത്. അതെ, അത് ആ പ്രയോഗം മറ്റേ കാളിദാസൻ പ്രയോഗിച്ചിട്ടാണ് ഈ പിന്നെ രഘുവംശത്തിൽ. അതില് സീത രാവണന്റെ അടുത്ത് അവിടുന്ന് യുദ്ധം കഴിഞ്ഞിട്ട് രാവണനെ കൊന്നിട്ട് തിരിച്ചു വരുമ്പോൾ അയാളുടെ വിമാനം കൊണ്ടാണ് വന്നത്. വരുമ്പോൾ ഇവർ രണ്ടുപേരുണ്ടായിരുന്നു, സീതയും രാമനും ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ സീത അന്നത്തെ മായാവിമാനല്ലേ, കൈ പുറത്തേക്ക് ഇട്ടുന്നതാണ്. കൈ പുറത്തേക്ക് ഇട്ടപ്പോൾ മിന്നലുകൾ വളയായി മാറിയതാണ്. കയ്യിലിട്ട പെണ്ണുടകെ നീ എത്തിത്തൊടാൻ പറ്റാത്ത ഒരു ദൂരത്താണ്, കാരണം നീ മഴവില്ല് പോലെയാണ്. അതല്ലേ, അത്രയും ആ കുട്ടികളുടെ ഒരു സ്നേഹവും സംസ്കാരവും. നീ നിന്നെ അവിടെ നിന്ന് തെറി വരുന്നല്ലേ. ഈ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ എന്തെങ്കിലും പറയാം, അല്ലേ എന്ത് തോന്നിയെന്നും പറയാം, ആരും ഒന്നും കൊണ്ടില്ല. ഈ കുട്ടികളോട് ഏറ്റുപാടും. എനിക്കത് സഹിക്കാൻ പറ്റില്ല, എൻ്റെ കാലത്ത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളോട് ഏറ്റുപാടുന്നില്ല. ഇപ്പോൾ 10 വയസ്സായ കുട്ടികൾ പോലും പാടിക്കൊണ്ടിരിക്കാം. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് തെറിയാവാതിരിക്കണം, അതിൽ അനാവശ്യം പറയരുത്, എൻ്റെ മക്കൾ പാടേണ്ടതാണ്. അങ്ങനെ എൻ്റെ പെങ്ങൾ പാടേണ്ടതാണ്, മക്കൾ പാടേണ്ടതാണ്. ആ ഒരു മാന്യത എപ്പോഴും കൊടുക്കും ഞാൻ. എടിപൊടി എന്ന് പറഞ്ഞാൽ പോലും അതിൽ പോലും ഞാൻ ഒരു സംസ്കാരം ഉണ്ടാവും. ഇഷ്ടമല്ലടാന്ന് പറഞ്ഞാലും അവളുടെ വികാരമാണ് പറയുന്നത്. ഈ തൊട്ടുകൊണ്ട് ഇഷ്ടമല്ലടാ, അതാണ് ആവശ്യമില്ലാതെ നീ കളിയിൽ നിന്ന് കളിക്കണ്ട, അതെനിക്കിഷ്ടമല്ല എന്നാണ് പറയുന്നത്. അവളുടെ ഭാഗത്താണ് പറയുന്നത്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീപക്ഷത്താണ്. എനിക്ക് സംശയമൊന്നുമില്ല.
കാരണം അവളാണ് ആദരിക്കപ്പെടേണ്ടത്, അവൾ സ്നേഹിക്കപ്പെടണം, അവൾ പ്രണയിക്കപ്പെടണം, അവൾ വലിയ ആരായാലും അത് സ്വന്തം മോളെ പോലെയും സ്വന്തം അനിയത്തിയെ പോലും സ്നേഹിക്കാൻ പറ്റണം. ബാക്കിയൊന്നും നമുക്ക് അധികാരമില്ല അല്ലേ? അതാണ് പറയുന്നത്. അത് പറയുന്നു. ചെറുപ്പത്തിൽ ഈ ഇല്ലത്ത് ഒരുപാട് ഈ വായിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് അന്ന് വായിച്ച കഥകൾ ഒരുമിച്ച് പറയും. ഒരാൾ പറയും, അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് മറ്റാൾക്കാർ പറയും. അങ്ങനെ ഒരുപാട് വായനയുടെ സംസ്കാരം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. പിന്നെ പാട്ട് പാടുന്നതൊക്കെ വാസുവിന്റെ കഥകളിലെ കുമറപ്പണിലെ പാട്ട് അങ്ങനെയൊക്കെ പാടുമ്പോൾ ഭയങ്കര ഫീലാണ്. അങ്ങനെ അന്ന് വായിച്ച കഥകളിൽ നിന്നൊക്കെ ഇന്റർപ്രിട്ടേഷൻ എടുത്ത് പാട്ടുകൾ ഉണ്ടാക്കിയിട്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറയാം, അഗ്നിസാക്ഷിയില് എന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരി പിന്നെ അവരുടെ അതിൽ ഞാൻ അതേപോലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സീതയ്ക്ക് വേണ്ടി ആ വാക്ക്. ഞാൻ പറയാം, പിന്നെ അത് അവരെഴുതിയതാണ്. അവിടുത്തെ പദങ്ങളിൽ അതാണ് അതിൽ കൂടെ പറയാനില്ല. അതെൻ്റെ അമ്മ പറഞ്ഞതാണ്, ആന്തർജനം പറഞ്ഞത്. ഭർത്താവിന് കത്തെഴുതിയാണ് ലാസ്റ്റ്. ആ പിന്നെ താലി കൂടി അതിനകത്ത് വെച്ചിട്ട് ആ കത്തിൽ പൊതിഞ്ഞിട്ട് കൊടുക്കണം ഭർത്താവ്. അത് കൊടുത്തതാണ് അവിടുന്ന് സന്യാസം സ്വീകരിച്ചപ്പോൾ. അത്രയും പവിത്രമായിട്ട് കൊടുക്കുമ്പോൾ അത് എഴുതിയതാണ്. ഞാൻ അങ്ങയുടെ പാദങ്ങളിലല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഒരു രാത്രി. ഇതിനെ കൂടുതൽ പവിത്രമായിട്ട് ആർക്ക് പറയാൻ പറ്റും? കണ്ടില്ല, ഞാൻ പറഞ്ഞതല്ലേ. അതാണ് അത് കൊണ്ടുവരുന്നത് എന്റെ ധർമ്മമാണ്. അത് ഞാൻ കൊണ്ടുവരും. പിന്നെ അത് വായിക്കാത്ത ആൾക്കാർക്ക് പാടാണ്. എന്നെ ഇളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാടുവാനായ അല്ല, അതൊക്കെ എൻ്റെ അനുഭവമാണ്. അതെനിക്ക് അവളോട് പറയാനുള്ള എൻ്റെ സ്നേഹിച്ച കുട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ അന്ന് എന്നെ പാട്ടുകാരനാക്കിയത് പാട്ടെഴുത്തുകാരനാക്കിയത് നീയാണ്. ഏതൊരു പ്രണയ പരാജയം ഉണ്ടായിട്ട് അതിൽ നിന്നാണ് പിന്നീട് എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചത്. അതെ, അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീയാണ് എന്നെ പാട്ടെഴുത്തുകാരനാക്കിയത്. ഇത്രയധികം പ്രണയഗാനങ്ങൾ എഴുതുന്ന സാറിനോട് ചോദിക്കാനുള്ളത്, സാറിന്റെ മനസ്സിൽ പ്രണയം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണ്? പ്രണയം എന്ന് പറയുന്നത് വളരെ ദൈവികമായ, അതൊരിക്കലും എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഞാൻ അവളോടും കാണിച്ചില്ല. ഒരിക്കലും ഞാൻ അനാവശ്യമായിട്ട് ഒന്നും ചെയ്തില്ല. എൻ്റെ മോളെ ഞാൻ എത്രയോ ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണു തരുന്നില്ല. അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തില്ല. അതല്ല പ്രണയം. ഈ മാംസന്റെ യുദ്ധമല്ല ഇത് രാഗം. കുമാരസ പറഞ്ഞിട്ടുണ്ട്, അത് സ്നേഹനിബദ്ധമാണ്. അതേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതാണ് ഞാൻ എഴുതുന്നത്. അല്ല, എൻ്റെ പാട്ടിൽ ഒരിക്കലും എനിക്കത് പറയാൻ പറ്റില്ല. ഒരാളെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ അവരെ ദ്വേഷിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറയില്ല. ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വന്നാലും ഞാൻ എഴുതില്ല. അത് പറയില്ല. അത് എഴുതി പറയില്ല. അത് മാറ്റും. അത് ഞാൻ എന്താ പറയുന്നത്, നടന്നതല്ല. ആയിക്കോട്ടെ, നിങ്ങൾ ചിത്രീകരിച്ചോ, അത് അവർ ചെയ്യട്ടെ. ഞാൻ എഴുതില്ല. ഇപ്പോഴും സിനിമ അന്നത്തെ കാലത്തോട്ടെ സിനിമയോടുള്ള ഒരു ഭ്രമത്തിനെ പറ്റി പറയുന്നല്ലോ. പഴയ സ്ഥലത്തും പോയി സിനിമ കണ്ട കാര്യം, സിനിമയിൽ വന്നതിന് ശേഷം സിനിമയിൽ പാട്ടുകൾ എഴുതി, മ്യൂസിക് ചെയ്തു, സ്ക്രിപ്റ്റ് എഴുതി. ഇപ്പൊ ഇനി സംവിധാന രംഗത്തേക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പേ എൻ്റെ മനസ്സിൽ തോന്നിയൊരു, ഞാൻ ദുബായിൽ ഈ മമ്മൂട്ടിയുടെ ഒക്കെ കൂടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയതാണ്. പല ഗ്രൂപ്പിലും ഞാൻ പോയിട്ടുണ്ട് പല പ്രാവശ്യം. ഒരു പ്രാവശ്യം ഒരു വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ അവിടെ ഹാർമോണിയൊക്കെ എടുത്ത് വെച്ച് എന്നോട് പാടാനൊക്കെ പറഞ്ഞു. ഞാൻ പാട്ടുകാരനായിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ കളിവീടൊക്കെ ഇങ്ങനെ ഹാർമോണിയം വെച്ചിട്ട് ഇങ്ങനെ പാടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരാൾ ദൂരത്ത് നിന്ന് നടന്നു വന്നു. അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ വരുമ്പോൾ തന്നെ ഇയാൾ എന്നോട് പറഞ്ഞു, വീട്ടുകാരൻ, ഇയാൾ പാടുന്ന ഒരാളാണ്, ക്രിക്കറ്റ് കളിക്കാരനാണ്. അയാൾ സൗദിയിലാണ് പറഞ്ഞു. ഇയാൾ അടുത്ത് നിന്നിട്ട് അയാൾ ഞാൻ കളിവീട് പാടിയപ്പോൾ താരാട്ട് പാടിയാലേ
ഉറങ്ങാന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ പാടും ഇയാൾ കണ്ണിങ്ങനെ നിറഞ്ഞു വിളിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എന്തിപ്പോൾ മലയാളം അറിയാത്ത ഇയാൾക്ക് എങ്ങനെ ഈ പാട്ട് ആസ്വദിക്കാൻ പറ്റും. അവസാനം ഇയാൾ പാട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, കാതിൽ പറഞ്ഞു, അവർക്കൊന്നും അറിയില്ല ഞാൻ മലയാളിയാണ്. മലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം അറിയാം, ഞാൻ സാറിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു. ഞാൻ പാട്ടിൻ്റെ ആരാധകനാണ്. എൻ്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട് ആ പാട്ട് കേട്ടിട്ട്. അതാണ്. എന്നിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. എന്നോട് പറഞ്ഞു എൻ്റെ വാപ്പ ബന്ദടുക്കാരനാണ്, കാസർഗോഡ്. എൻ്റെ ഉമ്മ ഈ POK മറ്റേ ഇതില്ലേ പഞ്ചാബ്, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് പഞ്ചാബ്, അവിടെ ആയിരുന്നു അവർ. പിന്നെ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ അവിടെ ആയിരുന്നു. അവരെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, അവർ ബ്രാഹ്മണ സ്ത്രീയാണ്, രക്ഷപ്പെടുത്തിയപ്പോൾ അവർക്ക് ഇദ്ദേഹത്തിനോട് ഇഷ്ടമായി, പ്രണയമായിട്ട് അവർ ഇയാളെ വിവാഹം ചെയ്തു. പക്ഷെ ഒരിക്കലും മതം മാറ്റാനോ അങ്ങനെയൊന്നും പോയിട്ട് പുള്ളി. പക്ഷേ മക്കൾക്കൊക്കെ അച്ഛൻ്റെ ഇഷ്ടംപോലെ പേരിട്ടു. പക്ഷെ അവർ ബ്രാഹ്മണ സ്ത്രീയായിട്ട് തന്നെ ജീവിച്ചു. ഈ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. ആ കുറച്ച് നേരം പറഞ്ഞിട്ട് പുള്ളി സ്ഥലം വിട്ടു. ഞാൻ ആലോചിച്ചത് ഇയാളുടെ ജാതി ഏതാണ്, ഇയാളുടെ മതം ഏതാണ്, ഇയാളുടെ അച്ഛൻ്റെ ജാതിയും മതവും അമ്മയുടെ ജാതിയും മതവും വേറെയാണ്. ഇയാളുടെ പിന്നെ മാതൃഭാഷ ഏതാണ്, മാതൃദേശം ഏതാണ്, ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അതാണ് മഴവില്ലിന് അറ്റം വരെ മുട്ടുവൻ. അതാണ് അത് ഒരു കവിത എഴുതി ഞാൻ. ആ കവിതയാണ് സിനിമയാക്കിയത്. അതാണ് മഴവില്ലിന് അറ്റം മുട്ടുന്നിടം വരെ നീളുവൻ സാമ്രാജ്യ ചക്രവാളം എന്നാണ്. ഒരു മഴവിലോട് തുടങ്ങി അപ്പുറത്ത് ആയിരിക്കും അവസാനിക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ പടം എടുത്തത്. ആ പടം കുറച്ചുനാൾ കടന്നുപോയി, കാരണം ഈ പറയുന്നതൊന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. പിന്നെ അതിൽ ഞാൻ ഒരു പാകിസ്ഥാനിയെ കൂടെ അഭിനയിപ്പിച്ചു. ഇവിടുത്തെ ആൾക്കാരെ കിട്ടിയില്ല. അപ്പം ഞാൻ ഒറിജിനൽ ആയിക്കോട്ടെ വെച്ചില്ല. അപ്പോൾ പാകിസ്ഥാനിൽ തന്നെ പിടിച്ചു അഭിനയിപ്പിച്ചു. അന്ന് അതിന് വേണ്ട ബുദ്ധിമുട്ടൊന്നും എല്ലാം റെഡിയായി. ഞാനിപ്പം അത് ജമിനിയിലായിരുന്നു, അതെടുത്ത് ഇപ്പം DA ഒക്കെ ചെയ്ത് പുതുതായിട്ട് ഇറക്കാൻ പോവാം. സംവിധായക വേഷം കൂടി ചെയ്യാൻ പോവാം. സിനിമയിലും അഭിനയിച്ചു, ഒരുപാട് സിനിമകളിലും പറയാനാണ് ഒരുപാടുണ്ട്. എന്തായാലും സമയപരിമിതി മൂലം കുറെ കാര്യങ്ങൾ കിടക്കട്ടെ. അതെ, ഇനിയും ചോദിക്കാനുണ്ടല്ലോ, ഇനിയും കാണാനുണ്ടല്ലോ. അതെ, ഓണക്കാലം ആയതുകൊണ്ട് ഒരു ഓണത്തിന്റെ ഓർമ്മകളും കൂടെ, കാരണം ചെറുപ്പത്തിലെ ഒരു ഓണത്തിന്റെ ഓർമ്മകൾ ഉണ്ടാവും. സിനിമയിൽ തിരക്കായിട്ട് നിന്ന സമയത്തുള്ള ഓണം വെള്ളാരപ്പൂമലമേലെ നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. അങ്ങനെ ഓണത്താറ് എല്ലാവരുടെ വീടുകളിലും ആടി വരട്ടെ. ഓണത്താറ് എന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള കുട്ടി തെയ്യാണ്. ഓണത്താറ് നമ്മുടെ നാട്ടിലുള്ള വടക്കൻ ദിക്കിലുള്ള ഒരു കുട്ടി തെയ്യാണ്, ചിങ്ങമാസത്തിൽ ഇടുന്നത്. അപ്പോൾ ആ തെയ്യത്തിൻ്റെ ഓർമ്മയിൽ എല്ലാവർക്കും ശുഭകരമായ ഓണാശംസകൾ. ഒരുപാട് സമയം ഞങ്ങളോടൊപ്പം ഇങ്ങനെ ഇരുന്നു. സന്തോഷം.